2023 കേരള സർക്കാരിന്റെ കണക്കനുസരിച്ച് കുടിയേറ്റ വിദ്യാർത്ഥികളുടെ എണ്ണം 2.5 ലക്ഷമായി. 20.2 ലക്ഷം കുടിയേറ്റ മലയാളികൾ ഉള്ളതിൽ 11.3% വിദ്യാർത്ഥികളാണ്. 17 വയസ്സ് മുതൽ കുടിയേറ്റം ആരംഭിക്കുന്നു എന്നാണ് ഇക്കഴിഞ്ഞ ലോക കേരള സഭയിൽ നോർക്കയുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെട്ട കണക്കുകൾ പറയുന്നത്. വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത് പഠനത്തിനാണ്, തൊഴിലിനാണ്. ഒപ്പം വിദേശ നാണ്യം കേരളത്തിലേക്ക് എത്തുന്നുമുണ്ട്. അതിൽ എന്താണ് പ്രശ്നം? പതിറ്റാണ്ടുകളായി കേരളത്തെ താങ്ങി നിർത്തിയിരുന്നത് പ്രവാസികളും അവരുടെ പണവുമായിരുന്നല്ലോ. പ്രവാസകാലത്തിന്റെ പുതിയ പതിപ്പ് മാത്രമാണിതെന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകാം. പക്ഷേ പോകുന്നവരിൽ പകുതിയും തിരികെ എത്തുന്നില്ല. പോകുന്ന നാടുകളിൽ കുടുംബമായി അവർ സ്ഥിരതാമസമാകുന്നു. നാട്ടിലുള്ളവരെ വിദേശത്തേക്ക് പോകുവാൻ പ്രേരിപ്പിക്കുന്നു. അവരുടെ വൈഭവവും കഴിവും ബുദ്ധിശക്തിയും ആ രാജ്യങ്ങൾക്ക് മുതൽക്കൂട്ടാവുന്നു. മികച്ച തലച്ചോറുകൾ നമുക്ക് നഷ്ടം. നമ്മുടെ സമൂഹത്തിൽ യുവത ചുരുങ്ങുന്നു. സംസ്കാരത്തിലും അതിന്റെ ആഘോഷങ്ങളിലും ചലനാത്മകത കുറയുന്നു. കേരളം വെറും ഉപഭോഗ സംസ്ഥാനമായി മാറുകയാണ്. ഒറ്റയ്ക്കാവുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ആശുപത്രികളോട് ചേർന്ന് ഓൾഡ് ഏജ് ഹോമുകളും മറ്റ് പുനരധിവാസ പാക്കേജുകളും എന്നിവ ഇക്കഴിഞ്ഞ ലോക കേരള സഭയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നുകൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് സാധ്യതകളെക്കാൾ ഒരു പ്രതിസന്ധിയാണെന്ന്. ഇത്തരം ഒഴുക്കിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗം അത്രമേൽ അനാകർഷകമായി എന്നാണ്. കേരള സർക്കാർ നേതൃത്വത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇക്കഴിഞ്ഞ അക്കാദമി വർഷം പകുതിയിലധികം മെറിറ്റ് സീറ്റുകളിൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ താമസിച്ചു വരുന്ന പരീക്ഷാ ഫലങ്ങൾ, സർവകലാശാലകളിലെ കെടുകാര്യസ്ഥത, അനുദിനം മാറുന്ന തൊഴിൽ മേഖലയുടെ പ്ലസ് അറിയാത്ത കോഴ്സ് ഡിസൈനുകൾ, പഠിച്ച് മാർക്ക് വാങ്ങിയാൽ തന്നെ ജോലിക്ക് വേണ്ടിയുള്ള അനന്തമായ കാത്തിരിപ്പ്, റദ്ദാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റുകൾ, ജോലി ചെയ്തിട്ടും സർക്കാർ ശമ്പളം കിട്ടാത്ത അവസ്ഥ, ഇഷ്ടക്കാർക്ക് ജോലികൾ വെച്ച് നീട്ടാൻ മടിയില്ലാത്ത പാർട്ടി രാഷ്ട്രീയം, ജോലിക്ക് വേണ്ടി കൊടുക്കേണ്ടി വരുന്ന കോഴപ്പണം, ഇവയൊക്കെ കേരളത്തെ ഉപേക്ഷിക്കത്തക്കതാക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളൊക്കെ അതിനുവേണ്ടി തന്ത്രപരമായി പദ്ധതികൾ ഒരുക്കി വയ്ക്കുകയാണ്. അവരുടെ മനുഷ്യ വിഭവശേഷി കുറഞ്ഞപ്പോൾ സന്തുലനം വീണ്ടെടുക്കുവാൻ യൂണിവേഴ്സിറ്റികൾ സ്കോളർഷിപ്പുകൾ സൃഷ്ടിച്ച് കുട്ടികളെ ആകർഷിക്കുകയും രാജ്യത്തെ ഇതര ജോലി സാധ്യതകളിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ഇവിടെ 2021 ജൂണിൽ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടതാണ് നോളേജ് ബേസ്ഡ് എക്കണോമി. ഇക്കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്തുവാനുള്ള എന്ത് പദ്ധതിയാണ് സർക്കാരിന് ആവിഷ്കരിക്കാൻ സാധിച്ചത്? കേരളത്തിൽ നിന്ന് നാടുവിടുന്ന യുവാക്കൾ അവരുടെ സ്വകാര്യ സ്വപ്നങ്ങൾ തേടി പുറപ്പാട് നടത്തുന്നു എന്ന് വരുന്നുണ്ടോ? നോളേജ് ബേസ്ഡ് ഇക്കോണമി എന്നത് ഇക്കോണമി ബേസ്ഡ് നോളേജ് ആയി യുവാക്കൾ മനസ്സിലാക്കിയോ? സമ്പത്തിനു വേണ്ടി മാത്രമാണോ ജ്ഞാന സമ്പാദനം? ചരിത്രത്തിൽ കുടിയേറ്റം നടത്തേണ്ടി വരുന്നത് ജീവിക്കാൻ പ്രയാസമുള്ളപ്പോഴും യുദ്ധ പരിസരങ്ങളിലുമാണ്. സാമ്പത്തികമായി ഉയർന്നവർ കുടിയേറ്റങ്ങൾക്ക് ശ്രമിക്കുന്നതിനെ എങ്ങനെ കാണണം? അതും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തെ പോലെ ഉയർന്ന ജീവിത രീതി കരഗതമായ ഇടത്തിൽ നിന്ന് യൂറോപ്പിൽ മരിക്കുന്നിടത്തോളം പേർ ജനിക്കുന്നില്ല എന്ന ദുരന്തത്തിന്റെ ഒഴിവിലേക്കാണ് ഇവർ പോകുന്നത്. ഇതേ വിധി കേരളത്തെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഇവർക്ക് അറിയാമോ? കേരളത്തിന്റെ നാളെയെക്കുറിച്ച് ആകുലതകളില്ലാത്ത ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്ന് ചിന്തിക്കാമോ? രാഷ്ട്രീയമാണ് സാമൂഹികത സൃഷ്ടിക്കുന്നത്. ഇടത് വലത് പക്ഷങ്ങൾ ഉണ്ടാക്കിയ സാമൂഹിക സാഹചര്യത്തിൽ നിന്നുള്ള ഒരു ഊരിപ്പോക്കല്ലെങ്കിൽ ഒളിച്ചോട്ടമാണോ ഇവിടെയുള്ളത്? ഇതിൽ ഇടതുപക്ഷത്തിന് കൈകഴുകാനാവാത്ത വിധം ഒരു പങ്കുണ്ട് എന്ന് പറയാമോ? ഇത് പഠിക്കാനും ജോലി ചെയ്യുവാനും ജീവിക്കാനും പറ്റാത്ത ഇടമാണ് എന്ന് തോന്നിയാൽ, അതാണ് രാഷ്ട്രീയ സാഹചര്യം എന്ന് കരുതിയാൽ യുവാക്കൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഗവൺമെന്റ് ഇങ്ങനെയൊക്കെയാണോ ഇടപെടേണ്ടത്? കുടിയേറ്റ പ്രതിസന്ധി ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. 17 വയസ്സുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തെ കേരള സഭ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? യുവാക്കളെ ഇവിടെ നിലനിർത്താൻ സഭയുടെ റിസോഴ്സുകൾ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം? ഒപ്പം വിദ്യാഭ്യാസത്തിലേക്കും തൊഴിലിലേക്കും മാത്രമല്ല, അപരിചിതമായ സംസ്കാരത്തിലേക്കും മൂല്യങ്ങളിലേക്കും ചിലപ്പോൾ മൂല്യനിരാസങ്ങളിലേക്കും വലിയ സ്വാതന്ത്ര്യത്തിലേക്കുമാണ് ഈ വിദ്യാർത്ഥികളുടെ യാത്ര.
അത് നേരിടാൻ തക്ക രീതിയിൽ നമ്മൾ അവരെ പ്രാപ്തരാക്കുന്നുണ്ടോ? ചെറുപ്രായത്തിൽ അവർക്ക് നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ ഊഷ്മളതയും മേൽനോട്ടവും സന്മാർഗ പോഷണവും എങ്ങനെ പകരം വയ്ക്കും? അവരിലെ വിശ്വാസവേരുകൾക്ക് ബലം കിട്ടേണ്ട പ്രായത്തിൽ പുതുഭാഷയോടും സംസ്കാരത്തോടും മൂല്യങ്ങളോടും മല്ലടിച്ച് അവർ എന്തുമാത്രം തളരുന്നുണ്ട്. 17 വയസ്സുവരെ മാത്രം ജനിച്ച നാട്ടിൽ ജീവിക്കുവാൻ വിധിക്കപ്പെടുന്ന പുതുതലമുറയെ വിശ്വാസത്തിലും സന്മാർഗത്തിലും തിടം വയ്പ്പിച്ച ജീവിതം യാത്രയ്ക്ക് പറഞ്ഞയക്കാൻ കേരള സഭയ്ക്ക് കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തുന്ന സ്നേഹ സുവിശേഷത്തിന്റെ ആധുനിക മാതൃക കൂടിയും ആയിത്തീരും. നന്ദി.